ഹലോ നമസ്കാരം. നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാം. എപ്പോഴാണ് ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് 2 കാർഡുകൾ പ്രസന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2 കാർഡുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാർഡ് 1, കാർഡ് 2. ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്നൊരു കാർഡ് ചൂസ് ചെയ്യുക. ഒന്നാമത്തെ കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദിസ് വീക്ക് എന്നാണ് പറയുന്നത്. പേ അറ്റൻഷൻ ടു ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾക്ക് നടത്തിയെടുക്കുന്നതിന് വേണ്ടുന്ന അവസരം ഈ ഒരാഴ്ചയിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾ അത്രയും മൈൻഡ്ഫുൾ ആയിരിക്കണം. യാതൊരു കാരണവശാലും ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കുക. ഓക്കെ, ഈ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു അവസരം എന്തായാലും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന് അറ്റൻഷൻ കൊടുക്കണം. ഡിസ്ട്രാക്റ്റഡ് ആയി പോകരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻ ദ നെക്സ്റ്റ് 4 to 6 weeks എന്നാണ് പറയുന്നത്. ദ സീഡ്സ് യു ഹാവ് പ്ലാന്റഡ് ആർ ടേക്കിംഗ് റൂട്ട്. ഓക്കെ, അപ്പോൾ ഒരു 1.5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടക്കാനുള്ള സാധ്യത കാണുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള അപ്പൊ ഈ ഒരു ആഗ്രഹം സീഡ്സ് പ്ലാന്റ് ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആഗ്രഹത്തിലേക്ക് അടുക്കുന്നതിന് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ്. ഓക്കെ, അത് ഇവിടെ എന്താ പറയണ്ടേ, നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു എനർജറ്റിക്കലി ആ ഒരു പ്രോഗ്രസ് അവിടെ നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആക്ഷൻസ് എടുക്കുന്നതൊക്കെ കൃത്യമായി എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യുക. അതിൽ ഒരു തരത്തിലും ഒരു മാറ്റം വരാനായിട്ട് പാടില്ല. ഓക്കെ, നിങ്ങളപ്പോൾ കൂടുതൽ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ആഗ്രഹവുമായിട്ട് പെട്ടെന്ന് തന്നെ എനർജറ്റിക്കലി അലാൻഡ് സാധ്യത കാണുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.